അവളുടെ ജീവിതത്തിന്റെ പാതി പങ്ക് അവൾ അറിയാതെ എന്നിലല്ലേ ഹരിയേട്ടാ. ജീവിതം പോലും പകുത്തു പോയവരാ ഞങ്ങള്. എല്ലാം ഞാൻ കാരണമാ. ഒക്കെ ശരിയാവും, ശരിയാവും. കരയില്ലേ നീ? സാറേ, വണ്ടി വന്നു. ഞാൻ പോവാ. അമ്മണിയമ്മേ, എന്താവശ്യം വന്നാലും ആ സെക്കൻഡിൽ അറിയിക്കണം. ഫോൺ മറന്നു വെച്ചിട്ട് പോകരുത്. ഇനി ആബദ്ധം പറ്റില്ല സാറേ. ഹരിയേട്ടാ, എന്തേത്? ഇത് നിനക്കുള്ളതല്ലേ? പഴയ പതിവുകളൊന്നും തെറ്റിക്കണ്ട നമുക്ക്. ഇത് മാനസയുടെ പങ്കാ. ഞാൻ അവൾക്ക് വേറെ വാങ്ങിക്കൊടുത്തോളാം. വേണ്ട, ഇത് തന്നെ കൊടുക്കണം. തരുന്നത് ഞാനാണെന്ന് അവൾക്ക് അറിയില്ലല്ലോ. അവള് കഴിച്ചോളും. അത് മതി എനിക്ക്. ഞാൻ എന്ത് ചെയ്തു എന്നാ നീ പറയുന്നേ? എന്തിനും സംശയം കണ്ടെത്താനും ക്രോസ് വിസ്താരം നടത്താനും ഇങ്ങനെ പരിഹസിച്ച് സംസാരിക്കാനും എവിടുന്ന് പഠിച്ചു നീ? ഒരുമാതിരി വിവരം കേട്ട നാലാം കിട പെണ്ണുങ്ങളെ പോലെ. മാനസേ, മാനസേ. എന്താ ഹരിയേട്ടാ? നിനക്കേ ഒരാള് തന്നയച്ചതാ. ആര്? നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാള്. അതാരാ എന്നെ സ്നേഹിക്കുന്ന ഒരാള്? അതൊക്കെ ഉണ്ട്. സമയമാവുമ്പോ ആ ആള് നിന്റെ അടുത്ത് വരും. എന്തു പറ്റി മോളെ നിനക്ക്? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വന്നാ അതും തട്ടിപ്പറിച്ച് ഈ വീട് മുഴുവൻ ഓടി നടക്കുന്ന ആളാ. ഇതിപ്പോ പേരിന് മാത്രം ഒരു പുഞ്ചിരി. ഹരിയേട്ടാ, ഏട്ടൻ ചുമ്മാ പറഞ്ഞല്ലേ? നിന്നെ ഞാൻ ഈ അവസ്ഥയിലെങ്ങാനും പഴയ പോലെ ഇവിടെ ഇട്ട് ഓടിച്ചു അറിഞ്ഞാലേ, ഇതിനുള്ളിലെ ചെക്കൻ പുറത്തു വന്ന് കഴിയുമ്പോ അവൻ എനിക്കിട്ട് ചവിട്ടും. ഗർഭിണിയായിരിക്കും അവന്റെ അമ്മയെ ഇവിടെ ഇട്ട് ഓടിച്ചതിന്. ചെക്കന എനിക്ക് ഉറപ്പാ. ഇതാണ് എന്റെ മാനസയുടെ ചിരി. എന്റെ നെഞ്ചത്തും തോളത്തും കിടന്ന് വളർന്ന പെണ്ണ. ഇപ്പൊ വളർന്നങ്ങ് അമ്മയായി. വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാലം ഇത്ര സ്പീഡിലാണോ പോകുന്നേ? പണ്ട് ഞാനും മൈനയും നീയും കൂടി സൈക്കിളിൽ പഠിപ്പിക്കാൻ ഇറങ്ങിയ സംഭവം ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത്. ആദ്യം സൈക്കിളിൽ കയറണമെന്ന് വാശിയിലായി ഇവൾ. അതല്ലെങ്കിലും വാശിയുടെ കാര്യത്തിൽ ഇവളാണല്ലോ ഫസ്റ്റ്. മൈന ഒരു പാവം. അവളെ കുറിച്ചൊന്നും ഇവിടെ ഇപ്പൊ സംസാരിക്കണ്ട. ഇതിനകത്തുള്ള ആൾക്ക് വേണം. എണീച്ചേ, വാ. എണീക്ക് മനസ്സാ, വാ. ഏട്ടനെ എടുത്തി ഒന്നും കഴിച്ചിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. ഒച്ചയനക്കൊന്നും കേൾക്കുന്നില്ല. ആഹാ, ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ? ഹരിയേട്ടൻ വാങ്ങി തന്നതാ? അതെ, ഈ ടൈമിൽ ഇതൊക്കെ കഴിക്കുന്നത് ബെസ്റ്റാട്ടോ. എനിക്ക് വേണ്ട അതൊന്നും. ഞാൻ കഴിക്കണമെങ്കിൽ സിദ്ധു വാങ്ങി തന്നാ മതി. അതെന്താ ഹരിയേട്ടൻ കൊണ്ടുവരുന്നത് കഴിച്ചാ? വെറുതെ വാശി കാണിക്കല്ലേ മനസ്സേ. നീ ഇതിന്ന് ഒരെണ്ണം പോലും കഴിച്ചില്ല എന്നറിഞ്ഞാ ഹരിയേട്ടനത് വിഷമാവില്ലേ? എന്തിനാ ആ പാവത്തിന് വെറുതെ? ഹരിയേട്ടൻ എന്ത് വാങ്ങി തന്നാലും പാതി അവൾക്കായിരുന്നു, മൈനയ്ക്ക്. ഹരിയേട്ടൻ ഇന്നിതെന്റെ കൈ വെച്ച് തന്നപ്പോഴും ഞാൻ ആദ്യം ഓർത്തത് അവളെയാ. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് വെറുപ്പാ. എനിക്കിത് വേണ്ട. അവളെ ഓർമ്മ വരുന്നതൊന്നും മാനസ കൈകൊണ്ട് തൊടില്ല. അത്രയ്ക്കുണ്ട്.
എനിക്ക് അവളോടുള്ള വെറുപ്പ്. എടുത്തി ഗൗരി എടുത്തി, ഇതെന്താ ഈ ലോകത്തൊന്നും അല്ലേ? എടുത്തിരിക്ക. വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. ഈ ഗൗരി എടുത്ത് MBBS എടുത്തത് വെറുതെയാ. വല്ല ഹോം നഴ്സിംഗോ കുക്കിംഗ് മാനേജ്മെന്റോ പഠിച്ചാ മതിയായിരുന്നു. അതൊക്കെയല്ലേ ഇപ്പൊ ഇവിടുത്തെ പരിപാടി. കേട്ടോ ഹരിയേട്ടാ, ഇപ്പൊ എടുത്തേക്ക് പുതിയൊരു അസുഖം കൂടി തുടങ്ങിയിട്ടുണ്ട്. മൗനവ്രതം. വല്ലപ്പോഴുമേ മിണ്ടൂ, തോന്നിയാലേ ചിരിക്കൂ എന്നൊക്കെ ആയിരിക്കും കക്ഷി.